നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നെന്ന് പറഞ്ഞു, ദിസ് ഗ്രേറ്റ് മാൻ, അതായത് തൊട്ട് പിറകിൽ ട്രംപ് നിൽക്കുകയാണ്, ദിസ് ഗ്രേറ്റ് മാൻ ഐ റെക്കമെൻഡ് ഹിം ദ നോബൽ പ്രൈസ്, ദ നോബൽ പീസ് പ്രൈസ് ഫോർ ഹിം. ഐ റെക്കമെൻഡ്, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്, ബിക്കോസ് ഹീ ഈസ് മൈ ബിഗ് ബ്രദർ എന്നൊക്കെയാണ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഇറ്റലിയുടെ മെലോണി നിൽപ്പുണ്ടായിരുന്നു. ഇത് കേട്ടതും ലവനെ നോബൽ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് കേട്ടപ്പോഴും ഒരു കള്ളൻ വേറൊരു കള്ളനെ നോബൽ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്ന ആ പെണ്ണും പിള്ളയാണെങ്കിൽ പിറകെ നിന്നുകൊണ്ട് അത്രയും നേരം ചിരിച്ച് കൈയടിച്ചുകൊണ്ടിരുന്ന അവർ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നോബൽ പ്രൈസ് എന്ന കണ്ടപ്പോൾ കണ്ണിങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് TLP. അങ്ങനെ ഈ ഇസ്രായേലിൽ ഹമാസും തമ്മിലുള്ള യുദ്ധമൊക്കെ നിർത്തി ട്രംപിൻ്റെ പീസ് സമ്മിറ്റിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വന്ന ഷഹബാസ് ഷെരീഫിനെ കാണാൻ സാധിച്ചത് TLP സ്വന്തം രാജ്യത്തിന് തീയിട്ടുകൊണ്ടിരിക്കുന്നതാണ്. പാകിസ്ഥാനാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30ഓളം സ്ഥലങ്ങളിൽ വമ്പിച്ച ആക്രമണം നടന്നു കഴിഞ്ഞു. പോലീസുകാർ തടയാൻ വന്ന പോലീസുകാർ, അതായത് കലാപം തടയാൻ വന്ന പോലീസുകാരുടെ അടിച്ചോട്ടിച്ച പോലീസ് വണ്ടിയും പിടിച്ചെടുത്ത് ആ പോലീസ് വണ്ടിയിൽ കറങ്ങി നടന്നാണ് ഇവന്മാർ ബോംബ് എറിയുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ഈ TLP? തെഹ്രീക്ക് ലബായ് എന്നാണ് ഈ പാർട്ടി എന്നാണ് നമ്മൾ ഫ്രീക്ക് വേർഡാണല്ലോ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇവന്മാർ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരുടെ ഒരു കഥയെന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഈ TLP എന്ന് പറയുന്ന ഈ സാധനം 2017 നവാസ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. നവാസ് ഷെരീഫ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം 2014 അധികാരത്തിലേറുമ്പോൾ നവാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ച് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ പങ്കെടുപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവാസ് ഷെരീഫിൻ്റെ തോളിൽ തട്ടുന്നു. എന്നിട്ട് അദ്ദേഹത്തെ പല മീറ്റിങ്ങിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തെ മാത്രം വിളിച്ചുകൊണ്ടുപോയി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ചായയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആ കാര്യത്തിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഡീസൻ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എവിടെയെങ്കിലും സമാധാനത്തിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് പോലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സ്കോപ്പ് ഉണ്ട്.